الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ സൃഷ്ടികർത്താവും സർവ്വലോകനിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അപാരമായ നിഅമത്താണ് യൗമുൽ ജുമുഅയിൽ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ചു കൂടിയിരിക്കാനും ജുമുഅ കേൾക്കാനുമൊക്കെ പറ്റുക എന്നുള്ളത്. ഗസയിലെ മിമ്പറിൽ വെച്ച് ഖതീബ് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വയ്യ, നിങ്ങൾക്കാകട്ടെ എന്നെ കേൾക്കാനും വയ്യ, കാരണം വിശപ്പാണ്. അതുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കൂ, നമുക്ക് നമസ്കരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തകർന്നടിഞ്ഞ പള്ളിയുടെ മുറ്റത്ത് ആളുകൾ മുസല്ല പോലുമില്ലാതെ ആ കൊട്ടം മണ്ണിൽ നിന്ന് നമസ്കരിക്കുന്നത് കാണുമ്പോഴാണ് അനുഗ്രഹീതമായ പടച്ചറബിന്റെ ഭവനത്തിൽ നിന്ന് ഉയരുന്ന ആ ഒരു ബാങ്കും ആ ബാങ്കുലിക്ക് മറുപടിയായിക്കൊണ്ട് പള്ളിയിൽ കയറിയിരിക്കാനും ആരാധനകൾ നിർവഹിക്കാനുമുള്ള ഈ സ്വാതന്ത്ര്യത്തിന്റെ, ഈ സമാധാനത്തിന്റെ, ഈ ഒരു അവസരത്തിന്റെ അനുഗ്രഹം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സുഹൃത്തുക്കളെ, കയ്യിൽ സമ്പത്തുണ്ട്, അത്യാവശ്യം നല്ല സൗകര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട്. പക്ഷെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അതുകൊണ്ട് തന്നെയാണ് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദിക്കും എന്ന് പറഞ്ഞ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, നിഅമത്തുൽ അംനി, നിർഭയത്വമാകുന്ന ആ ഒരു അനുഗ്രഹം പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം ചോദിക്കും എന്നുള്ളതാണ്. ഒരു മണ്ണിൽ നിന്ന് ഹിജ്റ എന്ന് പറയുന്നത് അനിവാര്യമായ ഘട്ടമുണ്ടാകുന്നത് എപ്പോഴാണ്? ആ മണ്ണിൽ നമുക്ക് ആരാധന നിർവഹിക്കാൻ, പടച്ചറബിന് വഴിപ്പെട്ട് ജീവിക്കാൻ, മുസ്ലിമാണ് എന്ന് ആ ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ച് ജീവിച്ചാൽ അയാൾക്ക് ജീവഹാനി നഷ്ടപ്പെടുമെങ്കിൽ അവിടെ നിന്ന് ഹിജ്റ പോകേണ്ടത് അനിവാര്യമാണ്. ആദർശം പണയപ്പെടുത്തി തന്നെ ഉപദ്രവിക്കുന്നവരോടൊപ്പം തന്നെ ജീവിച്ച് അവർ നിർബന്ധിക്കുന്നതിനെല്ലാം വഴങ്ങിക്കൊടുത്ത് അവസാനം പടച്ചറബിന്റെ അടുക്കൽ ചെന്ന് കുന്നാ മുസ്തദഈഫീന ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, കഷ്ടപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശത്ത് ജീവിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയായിപ്പോയത് എന്ന് പറയുമ്പോൾ
അള്ളാഹു തിരിച്ചു ചോദിക്കുന്നത് അലം തകുൻ അർദുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്നാണ്. അതുകൊണ്ട് ഒരു രാജ്യത്ത് അവിടെ നിർഭയത്വവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ അവിടുന്ന് ഹിജ്റ പോലും പാടില്ലാത്ത കാര്യമാണ്. വല തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ, ഇസ്ലാഹുള്ള ഒരു മണ്ണിൽ ആയുധമേന്തുകയും അക്രമത്തിന് പ്രചോദനം കൊടുക്കുകയും ചരിത്രങ്ങളിൽ നിന്നും സന്ദർഭങ്ങളിൽ നിന്നും ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും തീവ്ര ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് ആളുകളെ അക്രമത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന പ്രവർത്തനം പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പ്രപഞ്ചം മുഴുവൻ കിട്ടി, ദുനിയാവ് മുഴുവൻ കിട്ടി എന്ന് പറഞ്ഞവനെക്കുറിച്ച് 3 ക്വാളിറ്റിയാണ് പറഞ്ഞത്. മനസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി, ഒന്നാമത്തെ ക്വാളിറ്റി അവൻ അവന്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റത് നിർഭയത്വത്തോടുകൂടെയാണ്. ഒരു അക്രമത്തെ ഭയക്കാതെ, ഒരു ശത്രുവിനെ പേടിക്കാതെ, ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാതെ സ്വസ്ഥമായി സമാധാനമായി കിടപ്പറയിൽ നിന്ന് എണീക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇൻദഹു ഖൂതു യൗമിഹി, ഒരു ദിവസം കഴിക്കാനുള്ള ഫുഡ് അവനുണ്ടായിരിക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് അവന് വമുആഫൻ ഫീ ബദനിഹി, അവന് ആരോഗ്യമുണ്ടാവുക എന്നതാണ്. അവൻ ഉണരുന്ന വിരിപ്പിൽ നിർഭയത്വത്തോടുകൂടെ ഉണരാൻ സാധിക്കുക, അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടായിരിക്കുക, ആഫിയത്തുണ്ടായിരിക്കുക, അവന് ഒരു ദിവസം കഴിക്കാനുള്ള ഫുഡുണ്ടായിരിക്കുക. ഈ 3 ഗുണങ്ങളുള്ള ഈ 3 കാര്യം നേടിയവനെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫകഅന്നമാ ഖീസത ലഹു ദുനിയ ബിഹദാഫിരിഹ, ദുനിയാവ് മുഴുവൻ ലഭിച്ചവനെ പോലെയാണവനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം അത് സ്മരിക്കുന്ന, ഇതിന്റെ സ്വാതന്ത്ര്യ സമരവും അതിന്റെ പിന്നിലെ ത്യാഗങ്ങളെയും എല്ലാം സ്മരിക്കുന്ന ഒരു സുദിനത്തിൽ നമ്മൾ ഒരുമിച്ചു കൂടുമ്പോൾ, ഈ രാജ്യത്തിന്റെ കുടക്കീയിൽ ഒരുമിച്ചു കൂടാൻ പറ്റി എന്നത് വലിയൊരു സൗഭാഗ്യമായിട്ട് നാം എല്ലാവരും കാണേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ രക്തത്തിൽ ഊട്ടപ്പെട്ടതാണ് അയാൾ ജീവിക്കുന്ന രാജ്യത്തോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ വസിക്കുന്ന രാഷ്ട്രത്തിനെതിരെ ആളുകളെ തയ്യാറാക്കുക എന്നത് ഒരിക്കലും അനുവാദമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിനെതിരെ, ഈ രാഷ്ട്രത്തിനെതിരെ, അതിന്റെ അതിന്റെ മുന്നോട്ടുള്ള ഈ സാഹോദര്യത്തിനെതിരെ, ഈ വളരെ ഐക്യത്തോടുകൂടെ പോകുന്ന ഈ നീക്കത്തിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തുക എന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്, ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തോടുള്ള സ്നേഹവും കൂറും അയാൾ പ്രകടമാക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയുണ്ടായി. ഒരാൾ തന്റെ നാട്ടിൽ നിന്ന് അയാളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് എന്ന് ഖുർആൻ ഒരു ഉദാഹരണത്തിലൂടെ അല്ലെങ്കിൽ ചേർത്ത് വെച്ചുള്ള വിശദീകരണത്തിലൂടെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അനിഖ്തുലു അൻഫുസകും അവിഖ്റുജു മിൻ ദിയാരിക്കും, നിങ്ങളെ കൊല്ലുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയോ എന്നാണ് ചേർത്ത് വച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളെ കൊല്ലുക എന്നതുപോലെ തന്നെയാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാതെ ആ നാട്ടിൽ നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ സമൂഹത്തോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നമ്മുടെ മതാചാരങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുന്നുവെങ്കിൽ സഹോദരന്മാരെ, അത് പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന വലിയൊരു നിഅമത്തായി കാണുവാനും ആ നിഅമത്തിന് ശുക്ർ കാണിക്കാനും സ്വദേശത്തോട് നന്ദിയുള്ളവരായി മാറുവാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അസ്മഈ എന്ന അറിയപ്പെടുന്ന കവി അദ്ദേഹം പറയുന്നുണ്ട്, ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ അവന്റെ നാടിനോടുള്ള സ്നേഹം നോക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഒട്ടകങ്ങൾ എപ്പോഴും തന്റെ നാട്ടിലേക്ക് ഇഷ്ടവും അനുകമ്പയുമുള്ളവരായിരിക്കും, പക്ഷി തന്റെ കൂട്ടിലേക്ക് ഇഷ്ടമുള്ള ജീവിയായിരിക്കും. എതിലൂടെ പറന്നാലും തന്റെ കൂട്ടിലേക്ക് തിരിച്ചു വരണമെന്ന പക്ഷിയുടെ ആ ഒരു അവസ്ഥ, അതുപോലെ തന്നെ ഒട്ടകങ്ങൾക്ക് തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന അവരുടേതായിട്ടൊരു പ്രകൃതം, അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ തന്റെ നാടിനോടുള്ള സ്നേഹമുള്ളവനായിരിക്കും. ഏത് നാട്ടിലാ എത്ര ഖൈറുണ്ടായിരുന്നാലും ശരി, അവൻ ജീവിക്കുന്ന നാട്ടിൽ എത്ര പ്രയാസങ്ങളും പ്രതിസന്ധിയും ഉണ്ടായിരുന്നാലും ശരി, അവൻ ജനിച്ച നാടിനോടും ദേശത്തോടും
അവനൊരു കൂറുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇന്ന് ബോധപൂർവം കൂറില്ലെന്ന് പറഞ്ഞ് അത് ചാപ്പകുത്തി മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഇന്നിവിടെ ഉണ്ട്. ഇസ്ലാമിന്റെ ചില സംഗതികളെ മുന്നിൽ വെച്ചുകൊണ്ടും ദുർവ്യാഖ്യാനിച്ചുകൊണ്ടുമൊക്കെ ചില ആളുകൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുമുണ്ട്. യഥാർത്ഥത്തിൽ അവർ തമസ്കരിച്ചു പോയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്ക വിട്ടു പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടല്ല, മറിച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. നിർബന്ധ സാഹചര്യം കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്ക വിട്ട് പുറത്തുപോയത്. മക്ക വിട്ട് പുറത്തു പോകേണ്ടി വരുമെന്ന സൂചന കിട്ടിയപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിമ്മിഷ്ടം കാണിക്കുന്നുണ്ട്. അതായത് ഹിറാ ഗുഹയിൽ വെച്ച് വഹീ ലഭിച്ച് തന്റെ വീട്ടിലേക്ക് വിറയോടുകൂടെ പനിയോടുകൂടെ തിരിച്ചു വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ റളിയല്ലാഹു തആല അൻഹ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന പുരോഹിതന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തന്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന പുരോഹിതൻ പറഞ്ഞത്, അങ്ങയുടെ അടുക്കൽ വന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്ന നാമൂസാണെന്നും അത് മലക്കാണ് എന്നും താങ്കൾ പ്രകടമാക്കുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകത്വത്തിന്റെ ലക്ഷണങ്ങളാണ് എന്നും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, ലതുകദ്ദബന്ന വലതുഉദിയന്ന വലതുഖ്റജന്ന മിൻ അർദിക. താങ്കൾ ഈ സത്യസന്ദേശവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ലതുകദ്ദബന്ന, താങ്കളെ അൽ അമീൻ എന്ന് വിളിച്ചവർ താങ്കളെ കളവാക്കും, താങ്കളെ സ്നേഹിച്ചവർ താങ്കളെ ഉപദ്രവിക്കും, താങ്കളെ ചേർത്ത് പിടിച്ചവർ ഈ മണ്ണിൽ നിന്ന് താങ്കളെ പുറത്താക്കും, അവർ തന്നെ കളവാക്കുമെന്നും ഉപദ്രവിക്കുമെന്നും പറഞ്ഞപ്പോൾ വിമ്മിഷ്ടം പ്രകടിപ്പിക്കാത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചോദിച്ച ചോദ്യം അവമുഖ്രിജിയഹും, അവർ എന്നെ പുറത്താക്കുമോ എന്നാണ്. സ്വന്തം ദേശത്തു നിന്ന് തന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടായിട്ടുള്ള ആ ഒരു ഫീല് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആ ദേശത്തോടുള്ള കൂറും സ്നേഹവുമാണത്. മക്കയുടെ അതിർത്തിയിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹ് വഅഹബ്ബു അർദില്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ശുദ്ധമായ ഏറ്റവും നല്ല മണ്ണാണ് ഭൂമിയിൽ മക്ക നീ. വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു മിൻകി, നിന്നിൽ നിന്ന് നിന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ നിന്നെ വിട്ട് ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ, മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസം മാറ്റിയപ്പോൾ ആ മദീനയോടും റസൂലുള്ളാഹ് സ്നേഹം പ്രകടിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖദിമ മിന സഫരി ഫനദറ ഇലാ ജുദറാത്തിൽ മദീന ഔ ലഅനാഖതഹു വഇൻ കാന അലാ ദാബത്തിൻ ഹറകഹ മിൻ ഹുബ്ബിഹാ, മദീനയുടെ ചുമരുകൾ കാണുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിന് വേഗത കൂട്ടും. അവിടെ എത്താനുള്ള തിടുക്കമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നെന്നുള്ള. മദീനയിൽ നിന്ന് പല ആവശ്യങ്ങൾക്കും വേണ്ടി പുറത്തുപോയിട്ട് മദീനയുടെ ഓരത്തെത്തുമ്പോൾ മദീനയുടെ ചുമരുകൾ കാണുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അതിവേഗതയിൽ വാഹനത്തെ ചലിപ്പിച്ചിരുന്നുവെന്ന് ഹദീസുകളിൽ സഹാബത്ത് എടുത്തുകൊടുക്കുമ്പോൾ പ്രവാചകൻ വസിച്ച മക്കയോടും അവിടുന്ന് ജീവിച്ച മദീനയോടും അദ്ദേഹം കാണിച്ച ആ ഒരു സ്നേഹം സഹോദരന്മാരെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് വഫിൽ ഹദീസി ദലാലത്തുൻ അലാ ഫദ്ലിൽ മദീന വഅലാ മശ്റൂഇയ്യത്തി ഹുബ്ബിൽ വതൻ, ഈ ഹദീസിൽ നിന്ന് രണ്ട് കാര്യം വ്യക്തമാണ്. ഒന്ന്, മദീനയുടെ മഹത്വം. രണ്ട്, താൻ വസിക്കുന്ന ആ ദേശത്തോടുള്ള കൂറും സ്നേഹവും അതിന്റെ മതപരമായ വശവുമാണ് ഈ ഹദീസ് തെളിയിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം ദേശത്തോടുണ്ടാകുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മൈസൂൻ ബിൻത്ത് ബഹ്ദൽ എന്ന് പേരുള്ള അവര് ഗ്രാമീണ സ്ത്രീയായിരുന്നു. അവര് മുആവിയ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. വിവാഹശേഷം സിറിയയിൽ കൊട്ടാരത്തിൽ ജീവിക്കാൻ ആരംഭിച്ചു. യസീദ് എന്ന മകൻ ഈ ബന്ധത്തിലാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഇദ്ദേഹം ഭരണാധികാരിയായി മാറുന്നുണ്ട്. പക്ഷേ അവർ ഈ പട്ടണത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. തന്റെ ഗ്രാമത്തിൽ തന്നെ ജീവിക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന്
ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇതുപോലെ പല സന്ദർഭങ്ങളും ചരിത്രങ്ങളും നമുക്ക് തെളിയിച്ചു തരുന്നത് സ്വന്തം നാടിനോട് നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്ന ആ ഒരു സ്നേഹം കൂടെയാണ്. നമുക്കറിയാം, മക്ക വിട്ട് നിർബന്ധപൂർവമാണ് മദീനയിലേക്ക് സ്വഹാബത്ത് പോയത്. മദീനയിൽ പോയി അവർക്ക് രോഗമായപ്പോൾ അവർ പാട്ടുപാടുകയാണ്. അലാ ലൈത ശിഅരി ഹൽ ലബീതൻ ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിരിൻ വജലീലു വഹൽ അരീദന്ന യൗമൻ മിയാഹ മജന്നത്തിൻ വഹൽ യബ്ദൂന ലി ശാമത്തുൻ വതഫീലു. ഇദ്ഖിറും ജലീലും പച്ചപുതച്ച താഴ്വരയിൽ ഇനിയും ഒരു രാത്രി നിദ്ര ഞാൻ പൂണ്ടിടുമോ എന്നാണ് ചോദിക്കുന്നത്. മക്കയുടെ ആ ഒരു വിശേഷണങ്ങൾ സാഹിത്യത്തിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് അവിടേക്കെന്നാണ് എന്റെ മടക്കമെന്നാണ് ബിലാൽ റബാഹ് റളിയല്ലാഹു അൻഹു പനി പിടിച്ചപ്പോൾ പാട്ടുപാടിയത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ അവർ മദീനയിലെത്തി രോഗാതുരമായ അന്തരീക്ഷമുണ്ടായപ്പോൾ മക്കയെ വർണ്ണിച്ചുകൊണ്ട് പാട്ടുപാടുകയും എന്നാണ് എനിക്കെന്റെ ആ മക്കയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത് എന്ന് ഹൃദ്യമായി മനസ്സിൽ തട്ടി വളരെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇമോഷണലായി അദ്ദേഹം പാട്ടുപാടുകയാണ്. ഒരു വിശ്വാസിയുടെ ഹൃദയം ബന്ധിച്ചു കിടക്കുന്നതാണ് സ്വന്തം ദേശത്തോടുള്ള ആ ഒരു സ്നേഹമെന്ന് പറയുന്നത്. ആ സ്നേഹം ഉണ്ടായിരിക്കുക എന്നതും ജന്മനാടിനോട് ഉത്തരവാദിത്വമുണ്ടാവുക എന്നുള്ളതും നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇതൊരു കപ്പലാണ്. ഈ കപ്പലിന് 2 തട്ടുകളാണ്. മുകളിലത്തെ തട്ടിലും താഴെത്തട്ടിലും ആളുകളുണ്ട്. താഴത്തെ തട്ടിലെ ആളുകൾക്ക് വെള്ളം മുകളിലത്തെ തട്ടിലാണ്. താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു വിദ്വാൻ അയാൾ പറയുകയാണ്, നമ്മൾ കടലിലൂടെയല്ലേ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കുഴി കുഴിച്ചാൽ യഥേഷ്ടം വെള്ളം ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അയാളുടെ കൈകൾ പിടിക്കേണ്ടതില്ലേ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. അതുപോലെയാണ് ഈ സൊസൈറ്റി. ഇവിടം ആരെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ, ഇവിടെ വർഗീയതയും ഇവിടെ അധാർമികതയും ഇവിടെ അന്യായവും ഇവിടെ അക്രമവും ഇവിടെ കൊള്ളയും കവർച്ചയും അതുപോലെ കൊലപാതകങ്ങളും ഇവിടെ വ്യാപകമായി കഴിഞ്ഞാൽ, ലഹരിയുടെ വ്യാപനം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഉത്തരവാദിത്വമില്ലാത്ത ഒരു ജനത ഇവിടെ വളർന്നു വലുതായിക്കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ സുരക്ഷ അത് ചോദ്യചിഹ്നത്തിലായിരിക്കും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സ്വന്തം നാടിന്റെ സുരക്ഷയും അതിന്റെ സമാധാനവും അതിന്റെ ധാർമ്മികതയും ഓരോ വിശ്വാസിയും ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മുസ്ലിം ഉമ്മത്തിന്, ആ സമൂഹത്തിന്, സ്വഹാബി വൃന്ദത്തിന് ഒരു നേതൃത്വമില്ലാതെ പോയി. ആ നേതൃത്വമില്ലാത്ത സമയം അവർ പലതരത്തിൽ ഛിന്ന ഭിന്നമായപ്പോൾ ആദർശപരമായിട്ടും അവരുടെ സ്വഭാവപരമായിട്ടും അവരുടെ പൊതുവായിട്ടുള്ള സാമൂഹികമായിട്ടും അവർ ചിതറാൻ തുടങ്ങിയപ്പോൾ സ്വഹാബത്ത് ചിതറാൻ സമ്മതിക്കാതെ അവരെ ചേർത്തുപിടിച്ച് സമാധാനം ഊട്ടിയുറപ്പിച്ച ചരിത്രം നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ, സഹോദരന്മാരെ, ഭീതിയുടെ കാലത്തും ഒരു നാടിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കാനും ഈ നാടിന്റെ നന്മ നമ്മുടെ ഓരോ നിലനിന്നു പോവുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി വിയർത്തൊഴുകി കഷ്ടപ്പെടുവാൻ നമ്മളെല്ലാവരും തയ്യാറാവുക എന്നുള്ളത് നമ്മളെല്ലാവരും മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ്. നാം നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗത്തിന്റെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടുകളുടെ, കഷ്ടതകളുടെ, യാതനകളുടെ ആ ഒരു സൗകര്യമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇനി ഇത് നശിച്ചു പോകാതിരിക്കാൻ, ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഭൂരിപക്ഷ തീവ്രവാദത്തെയും ന്യൂനപക്ഷ തീവ്രവാദത്തെയും അതിന്റെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായും ദൈക്ഷണികമായും രാഷ്ട്രീയമായും നിയമപരമായിട്ടും അതിന് സംരക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സത്യം തുറന്നു പറയാനും ഈ രാജ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ആ ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ വലിയൊരു അനുഗ്രഹമായി കാണുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. നാം പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് യൂറോപ്പിലും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലുമുള്ള ഒരു ജനാധിപത്യമല്ല. മതമില്ലാത്ത മത നിഷേധത്തെ അതുപോലെ തന്നെ നിരീശ്വരവാദത്തെ സ്ഥാപിക്കുന്ന മതരഹിത ആശയ ജനാധിപത്യമല്ല ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് ഉറച്ചു നിൽക്കുവാനും ഇതിന്റെ സമാധാനം ഊട്ടിയുറപ്പിക്കുവാനും ഇതിന്റെ സാഹോദര്യത്തിനു വേണ്ടി പണിയെടുക്കുവാനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുവാനും അതിനെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢമായ തന്ത്രങ്ങളെ
തുറന്നു പറയുന്നിടത്ത് നമ്മുടെ പാർട്ടിയാണ് അധികാരത്തിലുള്ളത് എന്നതോ നമുക്ക് ആവശ്യമുള്ള ഒരാളാണ് നേതൃത്വത്തിലുള്ളത് എന്നതോ ഇങ്ങനെ വ്യക്തിപരമായ സ്വാർത്ഥ താൽപര്യങ്ങൾ അവിടെ തടസ്സം സൃഷ്ടിക്കാതെ രാജ്യത്തിന്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വന്തം താൽപര്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി നമ്മളെല്ലാവരും ഐക്യത്തോടുകൂടെ മുന്നോട്ടു പോവുക എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. രാജ്യം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഓരോ പൗരനും ഇവിടെ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ശ്രമങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നു വരുന്നുണ്ട് എന്നതിന് വലിയ തെളിവുകൾ നമ്മളിപ്പോൾ സമകാലികമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവകാശ ധ്വംസനങ്ങൾക്കെതിരെ സംസാരിക്കുവാനും അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും ഐക്യവും സാഹോദര്യവും ഇവിടെ സ്ഥാപിക്കുവാനും രാജ്യത്തെ നശിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുവാനും പ്രബോധന സംരംഭങ്ങളിലൂടെ ആളുകൾക്ക് ബോധം പകർന്നുകൊടുത്ത് ഈ രാജ്യത്തെ സംരക്ഷിക്കുവാനും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിലുണ്ടായിരിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആരാധനാ സ്വാതന്ത്ര്യമുള്ള മുസ്ലിമായി ജീവിക്കാനും ഇസ്ലാമിനെ പ്രബോധനം നിർവഹിക്കാനും സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിന് ഇതിനേക്കാൾ മനോഹരമായ ഒരു അവസ്ഥ പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, നിലപാടാണ് ഒരു മനുഷ്യന്റെ ശക്തി എന്ന് പറയുന്നത്. നിലപാടില്ലാത്തവന്റെ സമ്പത്തും അവന്റെ കായിക ശേഷിയും വെറുതെയാണ്. കാലം മാറുമ്പോൾ നിലപാടും മാറണ്ടേ എന്ന് ചോദിക്കുന്നത് വിവരക്കേടാണ്. പുതിയ പുരോഗമനത്തിന്റെ പേരിൽ ഇറക്കുമതി ചെയ്യുന്ന പലതും വർഷങ്ങൾക്ക് മുമ്പേ മറ്റു രാജ്യങ്ങൾ പയറ്റി പരാജയപ്പെട്ട് അവർ ഇസ്ലാമിലേക്ക് മടങ്ങിയിരിക്കുമ്പോഴാണ് നമ്മുടെ നാട് അവർ തുപ്പിയത് വാരി അതിനെ ഡിസൈൻ ചെയ്ത് ഒരു പുതിയ സംഭവമാക്കി സമൂഹത്തിൽ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ മറ്റു മതങ്ങളെ പൊതുസ്ഥാപനത്തിൽ മതവിഷയങ്ങൾ കടത്തിക്കൂട്ടുക എന്നത് ഒരു പ്രശ്നമായി കാണുന്ന ആളുകൾ പ്രശ്നമായി കാണാത്ത ഒരു വിഷയമാണ് ലിബറൽ മതം പൊതുസ്ഥാപനങ്ങളിൽ കടത്തിക്കൂട്ടുക എന്നത്. എന്താ ഒരു ഡാൻസ് കളിച്ചാൽ എന്ന് ചോദിച്ചവർ കാലം തിരിയാത്തവരാണെന്ന് പറഞ്ഞാൽ അത് തെറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊരു ഡാൻസ് അല്ലെന്നും അതിന്റെ പിന്നിൽ ഒരു മതമുണ്ടെന്നും വിവിധ മതവിശ്വാസികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലുള്ളവരെ മതം വേണ്ട എന്ന പുതിയൊരു മതത്തിലേക്ക് ചേർക്കുകയാണ് എന്നുമുള്ള ആ ഒരു തിരിച്ചറിവ് പലർക്കും നഷ്ടപ്പെട്ടു പോയി എന്നതാണ് നമുക്കിന്ന് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു ലിബറൽ മതം സ്വീകരിച്ചവർ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലുമുണ്ട്. നമ്മുടെ കല്യാണ വേദികൾ ഇന്ന് അഭിനയങ്ങളുടെ, നാട്യങ്ങളുടെ, ഇവന്റ് മാനേജ്മെന്റിന്റെ ബ്രോഷറിൽ എന്താണോ ഉള്ളത്, അതിനെത്രയാണോ സംഖ്യ, അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഈയൊരു പരിപാടികൾ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന പരിപാടികൾ മതി, ഇന്ന പാക്കേജ് മതി എന്ന് പറഞ്ഞിട്ട് ഇവന്റ് മാനേജ്മെന്റ് ഉണ്ടാക്കിയ പാക്കേജിന് കാശ് കൊടുത്ത് അത് അഭിനയിച്ച് തീർക്കുന്നൊരവസ്ഥ ഇന്ന് കല്യാണ സദസ്സുകളിൽ ഉണ്ടെങ്കിൽ, മാന്യതയുള്ള, അഭിമാനബോധമുള്ള, തന്റേടമുള്ള, വിവരവും വിദ്യാഭ്യാസവും ധാർമ്മിക ബോധവുമുള്ള നിലപാടുള്ള ഒരാൾക്കും കല്യാണ സദസ്സുകളിലേക്ക് കയറിച്ചെല്ലാൻ പറ്റാത്തൊരു ദുരവസ്ഥ ഇന്നുണ്ടാകുന്നെങ്കിൽ ലിബറൽ മതത്തിലേക്ക് ആളുകൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രകടനമാണ് അതൊക്കെ. അത് നമ്മുടെ വേഷത്തിലുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളിലുണ്ട്, നമ്മുടെ ആഘോഷങ്ങളിലുണ്ട്, നമ്മുടെ മറ്റു കാര്യങ്ങളിലുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് ആപതിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇസ്ലാമിലേക്ക് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വിശന്നു വലഞ്ഞ ചെന്നായിക്കൂട്ടങ്ങൾ കടിച്ചു കീറുന്നത് പോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എല്ലാ നിലക്കും കടിച്ചു കീറാൻ പരിശ്രമിക്കും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, അന്ന് മുസ്ലിമീങ്ങൾ കുറച്ചായിരിക്കുമോ കൂടുതലായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, പോപ്പുലേഷൻ നന്നായിട്ടുണ്ടാകുമെന്ന്, മുസ്ലിമീങ്ങൾ എണ്ണപ്പെരുപ്പമുണ്ടാകും, പക്ഷേ എല്ലാം ചപ്പ് ചവറുകളായിരിക്കുമെന്ന്, മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചപ്പ് ചവറുകളായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ
തുടക്കത്തിൽ പറഞ്ഞത് നിലപാടാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്നവന്റെ പ്രത്യയശാസ്ത്രം അവൻ ഫോളോ ചെയ്യേണ്ടത് ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആൻ വരച്ച് കാണിച്ചിടത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാലം മാറുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മോശമല്ലേ എന്ന് ചോദിച്ചാൽ അത് മോശമാണെങ്കിൽ മോശമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇത് കാലം തിരിയാതെ പോയവനായില്ലേ, 6-ാം നൂറ്റാണ്ടിലെ വിവരദോഷികളായി നിങ്ങൾ മാറില്ലേ എന്ന് ചോദിച്ചാൽ അതെ, 6-ാം നൂറ്റാണ്ടിലെ വിവരദോഷിയായി മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തന്റെ ഇടത്തോടെ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഉറച്ചു വിശ്വസിക്കണം. ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും സകല ചരാചരങ്ങളെയും പടച്ചു പരിപാലിച്ച റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബ കുല്ല ശൈഇൻ, ആ റബ്ബിന്റേതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഉറച്ച നിലപാടെടുക്കാൻ അവന് പ്രയാസമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നിലപാട് മാറുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. നമുക്ക് മീതെ നമ്മെ സ്നേഹിക്കാത്ത, നമ്മളോട് വാത്സല്യമില്ലാത്ത, നമ്മളോട് കരുണ കാണിക്കാത്ത ഭരണാധികാരികൾ നമുക്ക് മീതെ അധികാരത്തിൽ വന്ന് നമ്മെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം മുസ്ലിമീങ്ങൾ നിലപാടില്ലാത്തവരായി മാറുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെയുള്ള പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നെട്ടലുള്ള പിതാക്കന്മാരായി മാറണമെന്നാണ് പറയാനുള്ളത്. ഇവിടെയുള്ള യുവാക്കളോട് പറയാനുള്ളത്, കള്ളും അതുപോലെ തന്നെ കഞ്ചാവും ഹറാമായ സാമ്പത്തിക സ്വരൂപണങ്ങളിലൂടെയും നമ്മുടെ യൗവനത്തെ പൊലിപ്പിക്കാൻ ശ്രമിക്കാതെ ഈ ദീനിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇവിടെ പാവങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നെട്ടലുള്ള യുവാക്കളായി നമ്മൾ മാറണമെന്നാണ് പറയാനുള്ളത്. ഇവിടെയുള്ള വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, നാളെയുടെ ഭാവി നിങ്ങളാണ്. ഇവിടുത്തെ അധികാര കസേരകളിൽ ഇരിക്കേണ്ടത് നിങ്ങളാണ്. ഇവിടുത്തെ നിയമപാലകർ നിങ്ങളാണ്. ഇവിടുത്തെ മുഴുവൻ മതസ്ഥാപനങ്ങളിലും അതുപോലെ രാഷ്ട്രീയ സ്ഥാപനങ്ങളിലും എല്ലാറ്റിന്റെയും തലപ്പത്തിരിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയൊരു ചുമതലയാണ്. സ്വന്തം തനിക്കൊരു ജോലിയും തനിക്കൊരു ശമ്പളവും അതിനല്ല നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത്, മറിച്ച് നല്ല ഒരു നാടിന്റെ നന്മയ്ക്കു വേണ്ടി വിദ്യ അഭ്യസിക്കാനും ഒരു സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുവാനും പടച്ചറബിന്റെ കാരുണ്യം വർഷിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ജനപഥത്തെ പ്രവാചകന്മാർ കെട്ടിപ്പടുത്തുണ്ടാക്കിയതുപോലെ കെട്ടിപ്പടുത്തുണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ദൗത്യമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് ഒഴുക്കിനൊപ്പം നീന്തേണ്ടവരല്ല, ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ്. പറ്റാത്തതും പറ്റുന്നതുമൊക്കെ ഇന്നത്തെ കാലമല്ലേ എന്ന് പറഞ്ഞ് ചേർത്തു വെക്കേണ്ടതല്ല. പറ്റാത്തത് പറ്റില്ലെന്ന് ഉറച്ചു പറയാനും പറ്റുന്നത് ഇന്നത് ഞങ്ങൾക്ക് പറ്റുന്നതാണെന്ന് പറയുവാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ജീവിതം, ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ആരോ പറഞ്ഞതുപോലെ മതം എന്ന് പറയുന്നത് ഇന്നറാണ്, അതാരും കാണുകയില്ല, അത് മാത്രം അണിഞ്ഞാരും നടക്കാറില്ലല്ലോ എന്ന് ഏതോ ഒരുത്തൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ മനസ്സില്ല. ആരെങ്കിലും ഛർദ്ദിക്കുന്നത് വാരി വിഴുങ്ങാനല്ല. വിശ്വാസികൾ ഇസ്സത്തുള്ളവരാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കും വിശ്വാസികൾക്കും പ്രവാചകന്മാർക്കുമൊക്കെയാണ് ഇസ്സത്തുള്ളതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇസ്സത്തുള്ളവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കൂടിയില്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുമെന്ന പേടി നമുക്കുണ്ടായിരിക്കേണ്ടതില്ല. ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യന്മാർ ചേർത്ത് പിടിക്കുമ്പോൾ പടച്ചറബ് നമ്മെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ലക്ഷങ്ങളുടെ ചേർത്ത് പിടിക്കലിന് ആയുസ്സുണ്ടാവുകയില്ലെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമ്മെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ പടച്ചറബാണ്. ഈ ലോകത്തെ സൃഷ്ടിക്കുന്ന, നിയന്ത്രിക്കുന്ന അള്ളാഹു നമ്മെ ചേർത്ത് പിടിച്ചാൽ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും നമുക്കൊരു പ്രയാസവുമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന നിലക്ക് തന്നെ സഹോദരന്മാരെ, നമുക്കെതിരെയുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ അനീതിയും നിയമവാഴ്ചകളുമൊക്കെ നടക്കുമ്പോൾ നമ്മൾ നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ ഈമാനിനെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ ആരാധനകളെക്കുറിച്ച് ചിന്തിക്കാൻ, നമുക്ക് നമ്മുടെ പടച്ചറബിനോട് എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാൻ സഹോദരന്മാരെ നമ്മളെല്ലാവരും തയ്യാറാവുകയും ദീനിലേക്ക് പൂർണ്ണമായി മടങ്ങുകയും നന്മയുടെ പ്രബോധന വഴിയിൽ നമ്മളെല്ലാവരും സജീവമായി മുന്നോട്ട് നീങ്ങുകയും പടച്ചറബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറാൻ പരിശ്രമിക്കുകയും ചെയ്യുക. ആ ഒരു നിലക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മഹല്ലിനെയും കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ
കുറവുകളെയും നികത്തി തരുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പഠനത്തിൽ, നമ്മുടെ എല്ലാറ്റിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സദുദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും തടഞ്ഞു വെക്കുമാറാവട്ടെ. എല്ലാ ഫിത്നകളുടെയും കവാടങ്ങൾ അല്ലാഹു കൊട്ടിയടക്കുമാറാവട്ടെ. ഏറ്റവും സ്വാലിഹായി മുഅ്മിനായി സ്വർഗ്ഗക്കാരനായി കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ രാജ്യം അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ പടച്ച റബ്ബ് കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ മൂല്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് രാജ്യത്തിന്റെ അധികാരം പടച്ച റബ്ബ് തിരിച്ചു നൽകുമാറാവട്ടെ. ദുരുദ്ദേശത്തോടുകൂടെ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഗസയിലും വെസ്റ്റ് ബാങ്കിലും രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്മാർ അവരാരായിരിക്കട്ടെ അവരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കി സമൂഹത്തിൽ അക്രമം അയച്ചുവിടുന്നവർക്ക് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.